ഗണേഷ് കുമാർ എന്ന വൻമരത്തെ തോൽപ്പിച്ചു. 2020 അനിൽ പിള്ളയെ ഏതാണ്ട് 7031 വോട്ടുകളാണ് നേടിയത്. ഒപ്പം ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴക്കൂട്ടത്തും അവസാന റൗണ്ടുകളിലേക്ക് കാര്യങ്ങൾ കഴക്കൂട്ടത്ത് ഇപ്പോഴിതാ വീണ്ടും വി മുരളീധരന്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 260 അധികം വോട്ടുകൾ അവസാന റൗണ്ടിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ 18 റൗണ്ടുകൾ മാത്രമുള്ള തെരഞ്ഞെടുപ്പിൽ 18 റൗണ്ടുകൾ മാത്രമുള്ള വോട്ടെണ്ണലിൽ 17ാമത്തെ റൗണ്ടാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇതാ വി മുരളീധരൻ തിരിച്ചു വരുന്നു. ഇനി ഫോട്ടോ ഫിനിഷിലേക്കാണ് കഴക്കൂട്ടം പോകുന്നത്. ഒരു പക്ഷേ NDAയുടെ സംഖ്യ 2 എന്നതിൽ നിന്ന് 3ലേക്ക് എത്തുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അവിടെ ഇതാ 2ൽ നിന്ന് 3ലേക്ക് എത്തിക്കാൻ പറ്റുന്ന അവസാന ശ്രമം ആണ്. അത് കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്ത് വിജയിക്കുകയാണെങ്കിൽ NDAക്ക് കേരള ചരിത്രത്തിൽ 3 സീറ്റുകളിൽ വിജയിക്കാൻ സാധിക്കുമെന്നതാണ് വിലയിരുത്തൽ. പക്ഷേ കഴക്കൂട്ടം ഏത് നിമിഷവും മാറി മറിയാം. ഫോട്ടോ ഫിനിഷിലേക്ക് കഴക്കൂട്ടം എത്തുമ്പോഴാണ് പത്തനാപുരത്തെ ഗണേഷ് കുമാറിന്റെ KSRTC ഗതാഗത വകുപ്പ് എടുക്കാൻ കൈകാര്യം ചെയ്തു. ഗണേഷ് കുമാറിന്റെ തോൽവി ഒരു വശത്ത് നിൽക്കുന്നു. അവിടെ വി മുരളീധരൻ ഇത്രയും നേരം കഴക്കൂട്ടം ഇഞ്ചോടിഞ്ചായിരുന്നുവെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ നേരിയ തോതിൽ ലീഡ് നിർത്തിയിരുന്നുവെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതാ വി മുരളീധരൻ ലീഡെടുക്കുന്നു. 265 വോട്ടുകൾക്ക് വി മുരളീധരൻ ഇപ്പോൾ കഴക്കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്നു. കഴക്കൂട്ടം BJPയെ സംബന്ധിച്ച് വലിയ പ്രാധാന്യത്തോടുകൂടി അവർ ഉറ്റുനോക്കിയ മണ്ഡലമാണ്. അവരുടെ A ക്ലാസ് മണ്ഡലമാണ്. അവിടെ ജയം ഉറപ്പിച്ചു എന്ന ഒരു തരത്തിൽ പറഞ്ഞു പോകുന്നതാണ് BJPയുടെ പ്രവർത്തകർ. അത് നേരാകും വിധത്തിലാണ് തോന്നുന്നു ഇപ്പോൾ വി മുരളീധരന്റെ മുന്നേറ്റം. 265 വോട്ടുകൾ 265 കേവലം 265 വോട്ടുകൾ മാത്രം ലീഡ് ചെയ്യുന്നു കഴക്കൂട്ടത്ത്. എന്തും സംഭവിക്കാം. ഒന്നുകിൽ വി മുരളീധരൻ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്നതാണ്. പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ശബരിമല വിഷയം എന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സമയമായിരുന്നു. അവിടെയാണ് ദേവസ്വം മന്ത്രി VN വാസവൻ പരാജയം അറിഞ്ഞിട്ടുള്ളത്. ഇനി ഇതാ മുൻ ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും തോൽവി അറിയുമോ എന്നതാണ് അറിയേണ്ടത്. ശബരിമല ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ട കഴക്കൂട്ടത്ത് ഇത്തവണ BJPക്ക് വിജയിക്കാൻ സാധിച്ചാൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി വലിയ നേട്ടമായി മാറും. കഴക്കൂട്ടത്ത് വി മുരളീധരൻ അവസാന റൗണ്ടിലേക്ക് കടക്കുന്നു. 17ാമത്തെ റൗണ്ട് വോട്ട് എണ്ണുമ്പോഴാണ് വി മുരളീധരൻ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി അവസാന റൗണ്ടിൽ ആർക്ക് മേൽക്കൈയുള്ള ഇടത്താണ് വോട്ട് എണ്ണേണ്ടത് എന്നതാണ് അറിയേണ്ടത്. മുരളീധരനും ക്യാമ്പും വലിയ കാത്തിരിപ്പിൽ തന്നെയാണ്. പക്ഷേ ഇഞ്ചോടിഞ്ച് ഫൈറ്റാണ്. എന്ത് സംഭവിക്കാം. കഴക്കൂട്ടത്ത് BJPക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലനിർത്താൻ വേണ്ടി കഴക്കൂട്ടത്ത് കടകംപള്ളിക്കും സാധിച്ചേക്കും. അങ്ങനെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കടക്കുകയാണ് കഴക്കൂട്ടം. അതേസമയം ഇപ്പോൾ പത്തനാപുരത്ത് നിന്നുള്ള തോൽവി മറ്റൊരു മന്ത്രി കൂടി, 2ാം പിണറായി വിജയൻ സർക്കാരിലെ മറ്റൊരു മന്ത്രി കൂടിയാണ് പരാജയപ്പെടുന്നത്. വലിയ മാർജിനിൽ ആണ് ഇപ്പോൾ പത്തനാപുരത്ത് KP ഗണേഷ് കുമാറിന്റെ തോൽവി എന്നതാണ് എടുത്തു പറയേണ്ടത്. ഗണേഷ് കുമാർ പതിറ്റാണ്ടുകളായി പത്തനാപുരത്തിന്റെ MLA ആയിരുന്നു. വിവാദങ്ങളിൽ ആടിയുലിയുമ്പോഴും ഗണേഷ് കുമാറിനെ പത്തനാപുരം കൈവിടില്ല എന്നത് തന്നെയായിരുന്നു ഇടതു മുന്നണിയുടെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും അടക്കമുള്ള പ്രതീക്ഷ. മറ്റൊരാൾ കോവളത്ത് നിന്നുള്ള M വിൻസെന്റ് ആണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത്. വിൻസെന്റ് ഇപ്പോഴും മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.